സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിന്റെ ആ നിഗൂഢ ലക്ഷ്യവും ഇറാൻ പരാജയപ്പെടുത്തിയോ? അതിന്റെ കലിപ്പിലാണോ ട്രംപ് തെറിവിളി പോസ്റ്റുമായി രംഗത്ത് വന്നത്? ഇത്തരമൊരു സംശയമാണ് ഇറാനും ഒപ്പം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇറാൻ തകർത്ത അമേരിക്കൻ വിമാനത്തിൽ നിന്ന് തലയോട്ടി കണ്ടെത്തിയെന്ന വാർത്തയും ട്രംപിനെ കട്ടക്കലിപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ട്രംപ് ഇത്ര വലിയ ദേഷ്യത്തിലാകാൻ പ്രത്യക്ഷത്തിൽ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, എന്തൊക്കെ വാഗ്ദാനം നൽകിയിട്ടും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കാത്തതാണ് ഒരു കാരണം. രണ്ട്, ഇറാനിൽ അമേരിക്ക നടത്തിയ പൈലറ്റിനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ വന്ന നാശനഷ്ടങ്ങളാണ് രണ്ടാമത്തെ കാര്യം. ഇതിനൊപ്പമാണ് പ്രത്യക്ഷത്തിൽ ഇല്ലാത്തതും നിഗൂഢവുമായ കാരണങ്ങൾ കൂടി ചർച്ചയാകുന്നത്. ആ നിഗൂഢ ലക്ഷ്യവും സാധിക്കാത്തത് ട്രംപിനെ കൂടുതൽ ദേഷ്യത്തിലാക്കി എന്നാണ് നിഗമനം. ഇറാനെതിരെ ഗതികെട്ട് അസഭ്യം ചൊരിഞ്ഞെങ്കിലും ഹോർമൂസ് തുറക്കാനുള്ള സമയപരിധി ട്രംപ് വീണ്ടും നീട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 5:30 മുമ്പ് ഹോർമൂസ് തുറന്നില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പുതുക്കിയ മുന്നറിയിപ്പ്. ഇത് 4ാം തവണയാണ് ഇങ്ങനെ നാണം കെട്ട് ട്രംപ് സമയപരിധി നീട്ടുന്നത്. മാർച്ച് 21-നായിരുന്നു ആദ്യം സമയപരിധി വെച്ചത്. എന്നാൽ ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പിനെയും ഇറാൻ തള്ളിക്കളയുകയാണ്. ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന വാർത്ത വീണ്ടും ഇറാൻ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം യുദ്ധത്തിൽ സംഭവിച്ച നാശങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇങ്ങനെയുള്ള 3 സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ഒന്നാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് ഇറാൻ മണ്ണിൽ നിഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നോ എന്ന കാര്യം തന്നെയാണ്. പൈലറ്റിനെ രക്ഷിക്കാൻ എന്ന പേരിൽ അമേരിക്കൻ സൈന്യം ഇറാൻ മണ്ണിൽ ഓപ്പറേഷൻ നടത്തിയത് സമ്പുഷ്ടീകരിച്ച യുറേനിയം മോഷ്ടിക്കാനായിരുന്നോ എന്നുള്ള സംശയമാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഇറാൻ ഉന്നയിക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. അമേരിക്കൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇറാൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട സംശയം സ്ഥലത്തെപ്പറ്റിയുള്ള വൈരുദ്ധ്യമാണ്. ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ പോർവിമാനത്തിലെ കേണൽ പദവിയുള്ള പൈലറ്റ് ഒളിച്ചിരുന്നത് തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ കൊഹ്ലിയോ ആൻഡ് ബോയർ അഹമ്മദ് പ്രവിശ്യയിലാണ് എന്നാണ് അമേരിക്ക അവകാശപ്പെട്ടിരുന്നത്. ഈ പ്രവിശ്യ പൂർണ്ണമായും പ്രശസ്തമായ സാംഗ്രോസ് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഇറാൻ മുതൽ ഹോർമൂസ് കടലിടുക്ക് വരെ നീളുന്ന കൂറ്റൻ മലനിരയാണ് സാംഗ്രോസ്. ഇവിടെയാണ് പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് ട്രംപും അമേരിക്കൻ സൈന്യവും അവകാശപ്പെട്ടത്. എന്നാൽ അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഇറങ്ങാൻ നോക്കിയത് ഈ മലനിരകളിൽ നിന്നും ഏറെ ദൂരെയുള്ള മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ മേഖലയിലാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്ഫഹാനിലെ പഴയ വിമാനത്താവളത്തിലാണ് അമേരിക്കൻ വിമാനങ്ങൾ ഇറങ്ങാൻ ശ്രമിച്ചത്. എന്താണ് ഇസ്ഫഹാന്റെ പ്രാധാന്യം? അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറാന്റെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രങ്ങളും യുറേനിയം ശേഖരവും സ്ഥിതി ചെയ്യുന്നത് ഇസ്ഫഹാനിലാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ സേന പൈലറ്റിനെ രക്ഷിക്കാൻ എന്നുള്ള വ്യാജേനെ യുറേനിയം കടത്താൻ ഈ പ്രദേശം ലക്ഷ്യം വെച്ചത് എന്നാണ് ഇറാൻ സംശയിക്കുന്നത്. പൈലറ്റ് ഒളിച്ചിരുന്നുവെന്ന് അമേരിക്ക പറയുന്ന പ്രവിശ്യയും ഇസ്ഫഹാൻ മേഖലയും തമ്മിൽ ഏകദേശം 150 മുതൽ 250 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. റോഡ് മാർഗം തന്നെ ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ യാത്രയുണ്ട് ഇവിടേക്ക്. പൈലറ്റുള്ള മലനിരകളിൽ നിന്ന് ഇത്രയും ദൂരെയുള്ള, അതും ഇറാൻ്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിലേക്ക് അമേരിക്കൻ സേന എത്തിയത് എന്തിനാണ് എന്നാണ് ഇറാൻ്റെ വളരെ പ്രസക്തമായ ചോദ്യം. ഇറാൻ വക്താവ് ഇസ്മായിൽ ബഖായി തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് വെറും അഭ്യൂഹം മാത്രമല്ല, ഇറാൻ സർക്കാർ ഗൗരവത്തോടെ തന്നെ ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അമേരിക്കയുടെ ഈ നീക്കം പൂർണ്ണമായും പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അമേരിക്ക ഇസ്ഫഹാനിലെ പഴയ വിമാനത്താവളം താൽക്കാലിക താവളമായി ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഇറാൻ സൈന്യം മുൻകൂട്ടി തന്നെ അറിഞ്ഞു. അങ്ങനെ അമേരിക്കയുടെ നിഗൂഢമായ നീക്കം പൂർണ്ണമായും പരാജയപ്പെടുത്തിയെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇറാന്റെ വാദത്തിന് വിശ്വാസ്യത കൂട്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് തകർന്ന അമേരിക്കൻ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും അവശിഷ്ടങ്ങളാണ്. അവ കിട്ടിയത് ഇസ്ഫഹാൻ മലനിരകളിൽ നിന്നുള്ള അല്ലെങ്കിൽ മലനിരകളിലുള്ള മരുഭൂമിയിൽ നിന്നുമാണ്. ഇക്കാര്യത്തിൽ ഇറാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്ഫഹാനിലെ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ച 2 C-130 ചരക്ക് വിമാനങ്ങളെയും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളെയും ഇറാൻ സൈന്യം വെടിവെച്ചിട്ടു. അതിൻ്റെ ദൃശ്യങ്ങളാണ് തങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ അമേരിക്കൻ സൈന്യം പറയുന്നത് ഇങ്ങനെയാണ്: പൈലറ്റിനെ രക്ഷിച്ച ശേഷം തിരിച്ചു പോകുന്നതിനിടയിൽ ചില വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറുകൾ സംഭവിച്ചു. തുടർന്ന് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അവ തങ്ങൾ തന്നെ ബോംബിട്ട് നശിപ്പിച്ചു. ഈ 2 വാദങ്ങളിൽ നിന്ന് വിലയിരുത്താൻ കഴിയുന്നത് 2 സാധ്യതകളാണ്. അതായത് ഇസ്ഫഹാനിലെ പഴയ വിമാനത്താവളം ഉപയോഗിക്കാൻ കഴിയാതെ വന്ന അമേരിക്കൻ സൈന്യത്തിൻ്റെ വിമാനങ്ങളെ ഇറാൻ സൈന്യം പിന്തുടർന്ന് വെടിവെച്ചിട്ടു.
അല്ലെങ്കിൽ മരുഭൂമിയിൽ വിമാനം ഇറക്കാൻ അമേരിക്ക ശ്രമിച്ചപ്പോൾ, അമേരിക്കൻ സൈന്യം നോക്കിയപ്പോൾ അത് മണലിൽ പുതഞ്ഞുപോയി. തുടർന്ന് അമേരിക്കൻ സൈന്യം തന്നെ അത് തകർത്തു, അല്ലെങ്കിൽ ഇറാൻ അത് തകർത്തു. രണ്ടിലേതോ ഒന്ന് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് സൈനിക വിദഗ്ധരും വിലയിരുത്തുന്നത്. രണ്ടിലേത് സംഭവിച്ചെങ്കിലും കോടികളുടെ നഷ്ടമുണ്ടായിരിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇറാൻ്റെ വാദങ്ങളാണ് പല സൈനിക വിദഗ്ധരും മുഖവിലയ്ക്ക് എടുക്കുന്നത്. അതിന് കാരണം ഇറാനിൽ അകപ്പെട്ടു പോയ കേണൽ പദവിയുള്ള പൈലറ്റിനെ രക്ഷിക്കാൻ അമേരിക്ക സൈനിക ഓപ്പറേഷൻ നടത്തുമെന്നുള്ള കാര്യം ഇറാൻ സൈന്യം കൃത്യമായി ഉറപ്പാക്കിയിരുന്നു. സ്വാഭാവികമായും അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഇറാൻ സൈന്യത്തിന് ആ രീതിയിലുള്ള ഒരു സൈനിക കരുത്തുണ്ട്. അത് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് തടയാനും അമേരിക്കൻ സൈന്യത്തിന് നാശനഷ്ടമുണ്ടാക്കാനും ഇറാൻ സൈന്യം മുന്നൊരുക്കങ്ങൾ നടത്താൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഓപ്പറേഷൻ വിജയമാകാതിരിക്കാൻ ഇറാൻ സൈന്യം ശ്രമിച്ചിട്ടുണ്ടാകാം. ആ തിരിച്ചടിയിൽ തന്നെ ആയിരിക്കാം അമേരിക്കയ്ക്ക് 2 വൻ വിലയുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നഷ്ടപ്പെട്ടത് എന്ന് തന്നെയാണ് പല വിശകലന വിദഗ്ധരും പറയുന്നത്. ഇതിനൊപ്പം ഇസ്ഫഹാനിൽ തകർന്നു വീണ അമേരിക്കൻ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു അമേരിക്കൻ സൈനികൻ്റെ തലയോട്ടി കണ്ടെത്തിയെന്നുള്ള അവകാശവാദവുമായി ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. C-130 വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കരിഞ്ഞ നിലയിലുള്ള ഒരു തലയോട്ടി കണ്ടെത്തിയെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൈലറ്റിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് ഇതെന്നാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അവകാശപ്പെടുന്നത്. വിമാനഭാഗങ്ങൾക്കിടയിലുള്ള തലയോട്ടിയുടെ ചിത്രങ്ങൾ മെഹർ ന്യൂസ് ഏജൻസി, ഇറാനിലെ ന്യൂസ് ഏജൻസി, അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങൾ വ്യാജമോ പഴയ ചിത്രങ്ങളോ ആകാനാണ് സാധ്യത എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില സൈനിക നിരീക്ഷകരും ഫാക്ട് ചെക്ക് വെബ്സൈറ്റുകളും പറയുന്നത്. എന്നാൽ ഇറാൻ ഈ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്ന് പൈലറ്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇറാൻ്റെ മണ്ണിൽ തകർന്നതിൻ്റെ നാണക്കേട് ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ആ ഓപ്പറേഷന് പൂർണ്ണ വിജയമെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ട്രംപിനെ അനുകൂലിക്കുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ വഴി ഇറാന് മുന്നിൽ അമേരിക്ക വെച്ച 45 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളിയതും ട്രംപിന് തിരിച്ചടിയാണ്. ഇനിയിപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ അംഗീകരിച്ചാൽ തന്നെ ഹോർമൂസ് തുറക്കില്ല എന്നുള്ള കടുത്ത നിലപാടിലാണ് ഇറാനുള്ളത്. ശാശ്വതമായ വെടിനിർത്തലാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതിന് പക്ഷേ അമേരിക്ക പ്രതിബദ്ധത കാണിക്കുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ശാശ്വതമായ വെടിനിർത്തലും മതിയായ നഷ്ടപരിഹാരവും കിട്ടാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയേയില്ല എന്നുള്ള നിലപാടാണ് ഇറാൻ ആവർത്തിക്കുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത്. പാകിസ്ഥാനല്ല, മറ്റാരിൽ നിന്നുള്ള ബാഹ്യ സമ്മർദ്ദത്തിനും ഇറാൻ വഴങ്ങില്ല. മാത്രമല്ല, വെടിനിർത്തൽ സമയപരിധി നിശ്ചയിക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇറാൻ പറയുന്നുണ്ട്. അമേരിക്കയോട് ചർച്ചയ്ക്ക് നിന്നപ്പോഴെല്ലാം വളരെ മോശമായ അനുഭവങ്ങളാണ് തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ചർച്ച നടത്തും, അതിനിടയ്ക്ക് ആക്രമിക്കും എന്ന ചതി നിറഞ്ഞ നിലപാടാണ് അമേരിക്ക ഇതുവരെ ഇറാനോട് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അത് പറ്റില്ല എന്നുള്ള കർശനമായ നിലപാടാണ് ഇറാൻ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടെ കുരുങ്ങിയിരിക്കുന്നത് ട്രംപാണ്. ഇറാൻ്റെ കാര്യത്തിൽ താൻ വിദഗ്ധനാണ്, ഇറാനെക്കുറിച്ച് തനിക്ക് എല്ലാം അറിയാം, 2 ആഴ്ച കൊണ്ട് ഇറാനെ ആക്രമിച്ച് തീർക്കാം എന്ന നെതന്യാഹുവിൻ്റെ വ്യാജ വാഗ്ദാനം ചെവിക്കൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങിയ ട്രംപ് ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. നെതന്യാഹു ചിത്രത്തിലേ ഇല്ല. അക്കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹോർമൂസ് അടച്ചതിലും ഇന്ധനവില കൂട്ടുന്നതിലും ലോകരാഷ്ട്രങ്ങളും ഗൾഫ് രാജ്യങ്ങളും എല്ലാം കുറ്റപ്പെടുത്തുന്നത് ട്രംപിനെ മാത്രമാണ്. നെതന്യാഹുവിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള നിലപാടിലാണ് ട്രംപ് ഉള്ളത്, ട്രംപ് ഭരണകൂടമുള്ളത്. പക്ഷേ അവസരം മുതലാക്കുന്ന ഇറാൻ ട്രംപിനെ കൂടുതൽ കുരുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രംപ് സമയപരിധി നീട്ടി പോകുമ്പോഴും ഇറാൻ ഇസ്രയേലിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും തങ്ങളുടെ അജണ്ട അനുസരിച്ച് ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. നേരിട്ടുള്ള നീക്കങ്ങളും ഗൂഢനീക്കങ്ങളും ഒന്നും നടക്കാത്ത നിരാശയിലാണ് ട്രംപ് ഉള്ളത്. അതിൻ്റെ കലിപ്പിലാണ് ട്രംപ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യലിൽ ഇറാനെതിരെ അസഭ്യവർഷവുമായി രംഗത്ത് വന്നത് എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തെറിവിളികളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എത്രമാത്രം അധപ്പതിച്ച അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്താകും ചർച്ചകളുടെ ഭാവി എന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇറാൻ വഴങ്ങിയാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ സമാധാന നീക്കങ്ങൾക്ക് കിണഞ്ഞ് പരിശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ ഒന്നും ഫലം കാണുന്നില്ല. എന്താകും സാഹചര്യമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രേക്ഷകർ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വീഡിയോകൾ കാണുക. മറ്റൊരു വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.